ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മിക്കവാറും വീഡിയോസ് ഇടുന്നത് രാവിലത്തെ കാര്യങ്ങളാണ്. രാവിലത്തേതാണ്, ഷോർട്സ് ആയാലും പിന്നെ ഡെയിലി വ്ളോഗ് ആയാലും എല്ലാം നമ്മൾ രാവിലത്തെയാണ് കൂടുതലിടുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ കരുതി ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഈവനിങ് വ്ളോഗ് ഇടാന്ന്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് കഴിഞ്ഞ്, അനൂസിന് സ്കൂളില്ല, ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മണി 3:15 കേട്ടോ. അപ്പോൾ ഡാനിമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നഴ്സറിയിൽ പോയതാണ്. ഡാനിമോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അനൂസും ഉണ്ട് കേട്ടോ പോരുന്ന്. അനു അങ്കണവാടി പോവുക. ഡാനിമോനെ കൊണ്ടുവരാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ മഴയൊന്നുമില്ല, അതുകൊണ്ട് കുടയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കയ്യിലൊരു 10 രൂപ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ചുണ്ടപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡിൻ്റെ അവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ദിവസം മുമ്പേ ഒരു കടലമിഠായി വാങ്ങിച്ചിട്ടുണ്ട്, അതിന് 5 രൂപേൻ്റെ. അപ്പോൾ അതിൻ്റെ പൈസ അന്ന് ആ ഏട്ടൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ അങ്ങനെ അങ്കണവാടിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഡാനിക്ക് അങ്ങനെ മിഠായി വാങ്ങിക്കൊടുക്കുക അങ്ങനത്തതൊന്നും ശീലിപ്പിച്ചിട്ടില്ല, അങ്ങനെ വാങ്ങിക്കൊടുക്കില്ല. അപ്പോൾ ഏതായാലും ഇന്നവിടെ തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില സമയത്തൊന്നും തുറക്കലില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പോവാൻ. മറ്റേ ഡാനിമോനെയും കൊടയും എല്ലാം കൂടെ പിടിച്ചിട്ടാണ് കേട്ടോ പോവുകയും വരികയൊക്കെ ചെയ്യേണ്ടി വരിക. റോഡിലൊക്കെ വെള്ളമാണോ എന്താണെന്നൊന്നും അറിയില്ല. അതിനിടയ്ക്ക് നമ്മൾ ഫോട്ടോ വാങ്ങാനൊക്കെ അങ്കണവാടി പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും ഇന്ന് പോയിട്ടുണ്ട്. രാവിലെയൊക്കെ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ദിവസം പോവാത്തതിൻ്റെ. കുഴപ്പമില്ല, അവിടെ എത്തി ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമുക്ക് പോയി നോക്കാം. ആദ്യം കടയിൽ പൈസ കൊടുത്തിട്ട് വേണം പോകാൻ. ഒരു ജംഗ്ഷനിലെത്തിയിട്ട് നമ്മൾ ഈ റോഡിന് പോയാൽ മെയിൻ റോഡിലേക്ക് കയറാം. അപ്പോൾ അങ്കണവാടിൻ്റെ അടുത്തേക്ക് ഷോർട്ടിന് ഈ ഒരു വഴിയുണ്ട് കേട്ടോ, ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ. പക്ഷേ ആ റോഡിലൂടെ പോകുമ്പോൾ ഇടയാണ് അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അങ്കണവാടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തും. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ചളിയാണ്, മഴയായതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റോഡിന് തന്നെ നേരെ പോവാം. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഓൺ വോയിസിൽ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ ഹൊറിസോണ്ടലായിട്ടാണോ വെർട്ടിക്കലായിട്ടാണോ വീഡിയോ കാണാൻ, ഓരോന്നിനും ഓരോ ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ, നല്ലത് എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചുണ്ടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ റോഡിലുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് കൂടെ പോകേണ്ട വണ്ടികൾ വലത് ഭാഗത്ത് കൂടെയും വലത് ഭാഗത്ത് കൂടെ പോകേണ്ട വണ്ടികൾ ഇടത് ഭാഗത്ത് കൂടെയാണ് പോവൽ മിക്കവാറും. അപ്പോൾ നമ്മൾ 2 സൈഡും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാനും അതുപോലെ പിന്നെ സൈഡിലൂടെ നടക്കാനൊക്കെ. ചിലപ്പോൾ ഒക്കെ വണ്ടി തട്ടി എന്നുള്ള രീതിയിലാണ് ഇത്ര സൈഡ് നിന്ന് കഴിഞ്ഞാലും പോവൽ. അപ്പോൾ ഞാൻ വണ്ടി പോകുന്നത് കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അനു ഒരു പാട്ട് പാട്. നല്ല കൊതുകുണ്ടല്ലോ. ഒരു മിനിറ്റ് നിൽക്ക്. ഓ കിട്ടി. അത് ഗോൾഡല്ല, കയറാ. ഇതാണ് കേട്ടോ ചുണ്ടപ്പുറത്തേക്ക് പോണ വഴി. നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവും, എന്നാലും പറയലില്ലല്ലോ. അപ്പോൾ ആ വരുന്ന ജംഗ്ഷനിൽ ഇവിടുന്ന് ഇത്രയും ദൂരം, അധികം ദൂരമൊന്നുമില്ല കേട്ടോ വീട്ടിൽ നിന്ന് പോകാൻ. അപ്പോൾ ആ ജംഗ്ഷനിലുള്ള കടയിലാണ് നമുക്ക് പൈസ കൊടുക്കാനുള്ളത്. റസിയ ടീച്ചർ പാട്ട് പഠിപ്പിച്ചെന്ന് ഫുഡ് തന്ന് എന്നൊക്കെ വന്നപ്പോൾ പറഞ്ഞു കേട്ടോ. ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല, പക്ഷെ പോകാൻ കുറച്ചൊരു മടിയുണ്ട്. ഒരു ചെറിയ കയറ്റമാണ് കേട്ടോ, വലുതൊന്നുമല്ല, ചെറിയൊരു കയറ്റം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു കിതപ്പുണ്ടാവും. ആരുമില്ലാത്തതുകൊണ്ടാണ് റോഡിലൂടെ വീഡിയോ എടുത്ത് പോകുന്നത് കേട്ടോ. നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാണ് കേട്ടോ. കൊണ്ട് കൊടുക്കുക. ഒരു 5 തരാനില്ലേനോ, ഗൂഗിൾ പേ എല്ലായിട്ട് ഒന്ന് തരാമെന്ന്.
അങ്ങോട്ട് എടുക്കും. വേറെന്താ മിഠായി ആണേ വാങ്ങിക്കും. നോക്കിക്കാം. ഒരു 5 തരാനുള്ള ഓർമ്മല്ലേ? എന്താ വേണ്ടി? ഒന്നും വേണ്ടേ? ഒന്നും വേണ്ട? സൈഡിലേക്ക് നടക്കണേ, വണ്ടി റോഡിൽ നിന്ന് നേരെ കയറി പോരും കേട്ടോ. ഇപ്പോൾ സൈഡിലേക്ക് നടക്കുക. അതാണ് കേട്ടോ കടയിലുള്ള ഏട്ടന്. അപ്പോൾ ആൾക്ക് പൈസ കൊടുക്കാനുള്ളത് തന്നെ ഓർമ്മയില്ല, മറന്നു പോയിട്ടുണ്ട്. കുറേ ദിവസമായല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ പണി നടക്കുന്നുണ്ട്, പുല്ല് വെട്ടലും. റോഡിലൊക്കെ വെള്ളം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിൽ വരുന്നുണ്ട്. ഏകദേശം 3:30 ആവാനായിട്ടുണ്ട്. സമയമായി, പെട്ടെന്ന് തന്നെ പോവാം. ഇതാണ് പ്രശ്നം, വണ്ടികൾ പരന്നിട്ടാണ് വരുന്നത്, ഒരു സൈഡിലൂടെ പോകുന്നില്ല വണ്ടി. ഒരു വിധമൊക്കെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് എത്തിയിട്ട് ക്രോസ് ചെയ്താൽ മതി, പക്ഷെ ഒരു സൈഡിൽ ചളി ആയതുകൊണ്ട് ഇപ്പുറത്ത് തന്നെ ക്രോസ് ചെയ്തതാണ്. ബസ്സിൻ്റെ സമയമായിട്ടുണ്ട്. ഇത് കരുവമ്പോയിലേക്കാണ് കേട്ടോ ബസ്. ഡാനി പപ്പ ഓഫീസിൽ പോയതല്ലേ? ഡാനി കൂട്ടിലാട്ടോ. ദീദി ഉണ്ടോന്ന്? ഡാനി അത് ഇക്കു വന്ന് ഫോണിലേക്കല്ല, ദീദിന്റെ അടുത്ത്. അപ്പോൾ ഓഫീസിൽ പോയതല്ലേ രാവിലെ? ഡാനിനെ നഴ്സറിയിലാക്കിയിട്ട് അങ്കണവാടിയിലാക്കിയിട്ട്. അങ്കണവാടിയിൽ നിന്ന് എന്താ കഴിച്ചത്? പായസം കിട്ടി. അങ്ങനെ ഞങ്ങൾ അങ്കണവാടിയിൽ നിന്ന് ഡാനി മോനെ കൂട്ടിയ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എങ്ങനെ കുടിച്ചത്? എങ്ങനെയാ കുടിച്ചത്? എവിടുന്നാ പായസം കിട്ടുക? ഇക്കു അതാ പോണ. ഇക്കു ഇവിടെ. ഇക്കു അതാ. അപ്പോൾ ഇതാ നമ്മൾ അങ്കണവാടിയിൽ നിന്ന് ഏകദേശം വീട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഡാനി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബൈ.